എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc അഗ്രികൾച്ചർ കോഴ്സിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ഓൾറെഡി ഈ ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അഗ്രികൾച്ചറിലെ നീറ്റ് വഴി ഈ ഒരു അഗ്രികൾച്ചർ പഠിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ BSc അഗ്രികൾച്ചർ കോഴ്സ്, അപ്പോൾ ഈ ഒരു കോഴ്സ് നിരവധി തൊഴിൽ സാധ്യതകൾ ഉള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഏതൊരു കോഴ്സ് പോലെ തന്നെയും വിദ്യാർത്ഥികൾ നന്നായിട്ട്, അതായത് നല്ല മാർക്ക് വാങ്ങി നന്നായിട്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സാലറിയിൽ തന്നെ നന്നായിട്ട്, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ തന്നെ നല്ലൊരു ജോലി ലഭിക്കും. അതുപോലെ തന്നെ വിദേശങ്ങളിലും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള നല്ലൊരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ കോഴ്സ്. അതായത് ഈ ഒരു നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കൃഷി മേഖലയിൽ ഉപകാരപ്പെടാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഈ ഒരു BSc അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു BSc അഗ്രികൾച്ചർ വഴി പല കണ്ടുപിടുത്തം നടത്തുന്ന, അതായത് ശാസ്ത്ര മേഖലകളിലേക്ക് പോകാനൊക്കെ സാധിക്കുന്ന ഒരു കോഴ്സാണ് അഗ്രികൾച്ചർ. അതായത് ഈ ഒരു നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ കാർഷിക മേഖലകളിൽ വരുന്നത് ഇതുപോലെ BSc അഗ്രികൾച്ചറും അതുപോലെ തന്നെ ഇതിന് മുകളിലോട്ടൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പിന്നീട് കണ്ടെത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗവേഷണ ഫീൽഡിലൊക്കെ ഈ ഒരു BSc അഗ്രികൾച്ചർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് സാധ്യത ഉണ്ടാകും. അപ്പോൾ ഇത്തരം തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകളാണ്, അതായത് ഈ ഒരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. BSc അഗ്രികൾച്ചറിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ട് നിലവിൽ 2 രീതിയിലാണ് നിങ്ങൾക്ക് BSc അഗ്രികൾച്ചർ കോഴ്സുകൾ പ്രവേശനം നേടാനായിട്ട് സാധിക്കുക. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അതായത് നീറ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ ഈ നീറ്റ് പരീക്ഷ ഓൾറെഡി കംപ്ലീറ്റ്, അതായത് ഈ ഒരു അപേക്ഷ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഓൾറെഡി ഈ ഒരു നീറ്റിൻ്റെ അപേക്ഷ വന്നപ്പോൾ തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നീറ്റ് അപേക്ഷ നൽകിയിട്ടുള്ളത്, നീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ ക്വാളിഫൈ ആവുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc അഗ്രികൾച്ചർ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് അടുത്ത മാർഗ്ഗമാണ് CUET എക്സാമിനേഷൻ വഴി ഈ ഒരു അഗ്രികൾച്ചർ പഠിക്കാൻ സാധിക്കും. CUET എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ഏപ്രിൽ 5-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ മറ്റേ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CUET വഴി ഈ ഒരു BSc അഗ്രികൾച്ചർ കോഴ്സിലേക്ക് പഠിക്കാനായിട്ട്, അതായത് ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നീറ്റ് വഴി എങ്ങനെയാണ് പ്രവേശനം ലഭിക്കുക എന്നുള്ളത് ചോദിച്ചാൽ, നീറ്റ് വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നത്, അതായത് കേരളത്തിൽ ടോട്ടൽ 4 കോളേജുകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തും, ഒന്ന് തൃശ്ശൂരിലുള്ള കാർഷിക കോളേജും, അതുപോലെ തന്നെ കാസർഗോഡ്, അതുപോലെ വയനാട് എന്നിങ്ങനെയുള്ള ജില്ലകളിലുള്ള 4 ഗവൺമെൻറ് കോളേജുകളാണ് നിലവിൽ ഈ ഒരു BSc അഗ്രികൾച്ചർ കോഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോളേജുകളിലെ 85% സീറ്റുകളും നീറ്റ് വഴിയും, അതുപോലെ തന്നെ അതായത് നീറ്റ് സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന അലോട്ട്മെൻറ്റ് മുഖാന്തരമാണ് ഈ ഒരു കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. വാർഷിക ഫീസ് ഏകദേശം 15,000 രൂപയാണ് ഫീസായിട്ട് വരിക. അപ്പോൾ ഇത് ഓരോ വർഷം ചിലപ്പോൾ ചേഞ്ച് വരും, ചിലപ്പോൾ ചേഞ്ച് വരില്ല. അതുപോലെ തന്നെ CUET വഴിയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നീറ്റ് വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നത്, നിങ്ങൾക്ക് അതായത് നീറ്റിന് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ ഇപ്പോൾ കേരളത്തിലെ പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന കീമിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രജിസ്ട്രേഷനായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ടാവുക: എഞ്ചിനീയറിംഗ്, അതുപോലെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാർമസി. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതൊക്കെ വേണം അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഒരു തവണ സെലക്ട് ചെയ്ത് പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും പുതുതായിട്ട് ഓപ്ഷൻ നൽകാനോ പുതിയ ആപ്ലിക്കേഷൻ നൽകാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഗ്രികൾച്ചർ, അതായത് ഈ ഒരു പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് സെലക്ട് ചെയ്യണം. അതുപോലെ എഞ്ചിനീയറിംഗ് ഒക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് വേണ്ടത് അതിനനുസരിച്ച് ഇപ്പോൾ 4 വേണമെങ്കിൽ 4 സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്ന ശേഷം ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിലേക്ക് നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നീറ്റ് സ്കോർ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നീറ്റിൻ്റെ ആ ഒരു റാങ്ക് എത്രയാണ്, അതായത് നീറ്റിൻ്റെ റാങ്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു നീറ്റിൻ്റെ സ്കോർ എത്രയാണ് അത് നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു നിങ്ങളുടെ നീറ്റ് സ്കോർ അടിസ്ഥാനപ്പെടുത്തി പ്രവേശന പരീക്ഷാ കമ്മീഷൻ ഒരു മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ആ ഒരു മെഡിക്കൽ റാങ്ക് ലിസ്റ്റ്, കേരളത്തിലെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും 2 ഘട്ട അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. ഒന്ന് മെഡിക്കൽ അലോട്ട്മെൻറ്റും ഒന്ന് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അലോട്ട്മെൻറ്റ് സമയത്താണ് നിങ്ങൾക്ക് BSc അഗ്രികൾച്ചർ കോഴ്സിലേക്കൊക്കെ ഓപ്ഷൻ നൽകാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു കോളേജുകളൊക്കെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ള 50%, അതായത് ഇന്ത്യയിലെ 50% കോളേജ്, അതായത് 15% അത് 15% ആണ്. അപ്പോൾ ഈ ഒരു 15% സീറ്റുകളിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് CUET, അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ CUETയിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോളജിക്ക് പകരം മാത്സ് എന്നിവയുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ICAR നടത്തുന്ന
അലോട്ട്മെൻറ്റ് വഴിയാണ്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു BSc ഇൻ അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതുവരെ ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സിന് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ നീറ്റിന് അപേക്ഷ നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ CUET വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കുക. കാരണം ടോട്ടൽ 1600 സംതിങ് സീറ്റുകളാണ് BSc അഗ്രികൾച്ചർ കോഴ്സിൽ ഇന്ത്യയിലെ ടോട്ടൽ 52 യൂണിവേഴ്സിറ്റികളിലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു BSc അഗ്രികൾച്ചർ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു CUET അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനുള്ള അപേക്ഷ ഏപ്രിൽ 5-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾ ICAR വഴി ആ ഒരു അഗ്രികൾച്ചർ കോളേജുകളിലേക്കുള്ള അപേക്ഷ നൽകാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.